നമുക്കൊക്കെ സാധാരണ 5 സെൻസസുകളാണുള്ളത്. നമുക്കറിയാം, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഈ 5 സെൻസസുകളാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടാതെ 6ാമത്തെ ഇന്ദ്രിയം ചിലർക്ക് ഉണ്ടെന്ന് പറയുന്നു. എല്ലാവർക്കും ഉണ്ട്. ഒരു ബുദ്ധിയൊക്കെ ഒരു 6ാമത്തെ ഇന്ദ്രിയമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കൂടി ഗ്രഹിക്കാനായിട്ടുള്ളൊരു അപൂർവ ശക്തി, ഒരു 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു. എന്തു തന്നെയായാലും ഒരു സുഗമമായ ഒരു ജീവിതത്തിന് ഈ 5 സെൻസ് ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കറിയാം, കണ്ണിൻ്റെ കാഴ്ചയൊന്ന് മങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചെവിയുടെ ഒരു കേൾവി ശക്തി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വളരെ ഡിസ്റ്റർബഡ് ആവും. ഈ സെൻസിന് അല്ലെങ്കിൽ സെൻസസിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മളാകെ ഒരു ഡിസ്റ്റർബഡ് ആകും. നമ്മുടെ ജീവിതം തന്നെ ഒരു താളം തെറ്റുന്ന അവസ്ഥയിലാകും. ഇതിന് പുറമെ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ ഒരു മനുഷ്യന്, ഏതൊരു വ്യക്തിക്കും 3 സെൻസുകൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതൊരു വ്യക്തിക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടതാണ്. ഒരു സാമൂഹിക ജീവിയായിട്ടുള്ള ഒരു മനുഷ്യന് അവൻ്റെ സമൂഹ ജീവിതം കുറേ കൂടി സ്മൂത്ത് ആകാനായിട്ട് ഒരു 3 സെൻസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നാമത്തെ സെൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസാണ്. നമ്മളെപ്പോഴും പറയും, ഒരു കോമൺ സെൻസ് ഈസ് നോട്ട് മച്ച് കോമൺ എന്നൊക്കെ പറയാറുണ്ട്. ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക ബോധം അഥവാ ഒരു പൊതുബോധമാണ്. നമ്മൾ എന്ത് പറയണം, എന്തു പറയരുത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കോമൺ സെൻസിൻ്റെ ഭാഗമാണ്. ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരണ വീട്, പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചു. ആ മരണ വീട് വളരെ ദുഃഖപൂർണ്ണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു യുവതി കയറി വരികയാണ്. അവളാകട്ടെ ഒരു അല്പം വിദേശ നാടുകളിൽ വളർന്നൊരു പെൺകുട്ടിയാണ്. അവളൊരു യാത്രയിലെ മറ്റുമാണ്. പക്ഷെ എന്തോ അവൾ അവിടെ ആ മരിച്ച വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ് കോഡ് വളരെ ഒരു ലക്ഷറി ടൈപ്പും ഒരു വിദേശ രാജ്യങ്ങളിലെ ഒരു ഡ്രസ്സാക്കി ആയതുകൊണ്ട് ആ മരണ വീട്ടിലെ വീട്ടുകാർക്ക് പെട്ടെന്ന് അതൊരു അരോചകത്വം ഫീൽ ചെയ്തു. അതിലൊരാൾ, തലമുതിർന്ന ഒരാൾ അവളെ മാറ്റി നിർത്തി വിളിച്ച് പറയാണ്, മോളെ നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ, ഇതൊരു മരിച്ച വീടല്ലേ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഒരു സമൂഹത്തിൽ ഒരു പൊതുബോധമുണ്ട്, എങ്ങനെ ഓരോ സ്ഥലത്തും പെരുമാറണം, ഏത് ഡ്രസ് കോഡ് വേണം ഒരു സ്ഥലത്തിടാനായിട്ട്. നമുക്കറിയാം, ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ സാധാരണ രീതിയിൽ ഒരു ലൈറ്റ് കളറായിട്ടോ അല്ലെങ്കിൽ ഒരു കറുപ്പ വെളുപ്പോ ഡ്രസ്സൊക്കെയാണ് ഇടുക. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കളർഫുള്ളായിട്ടാണ് പോവുക. അത് എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, എങ്ങനെയാണ് ഞാൻ ഓരോ സ്ഥലത്തും പെരുമാറേണ്ടത്. ഒരു കളിക്കാൻ പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ല ആരും കല്യാണ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നീന്താൻ പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ല ആരും പള്ളിയിൽ പോവുക. അതല്ലെങ്കിൽ നമുക്കറിയാം, ഒരു തിരുനാൾ പ്രദക്ഷിണത്തിന് പോകുന്ന ഒരു ഡ്രസ് കോഡല്ല ദുഃഖ വെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണത്തിന് പോകുമ്പോൾ. അതെന്തുകൊണ്ടാണ്? അത് ഈ കോമൺ സെൻസിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഒരു സമൂഹത്തിൽ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു പൊതുബോധം സമൂഹം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത വഴിയിലൂടെ നമ്മൾ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ കോമൺ സെൻസിന് പുറമെയാകുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ടല്ല, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് അനുവദനീയമാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. നിയമപ്രകാരം ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളതൊരു കോമൺ സെൻസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡെക്കാറം കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്യുന്നു. അത് ഈ കോമൺ സെൻസാണ്. ഒരു സമൂഹജീവിയായ മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സെൻസുകളിലൊന്ന് ഈ കോമൺ സെൻസാണ്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വിവാഹ വിരുന്നിലേക്ക് ഒരു വ്യക്തി വരുന്നു. അപ്പോൾ യജമാനൻ, ഒരു രാജാവ് ആ വിവാഹ വിരുന്നിലെ അതിഥികളെ കാണുവാനായിട്ട് വരുന്നു. ഒരാൾക്ക് ഡ്രസ് കോഡില്ല, അദ്ദേഹത്തെ പിടിച്ച് ആ വിവാഹ വിരുന്നിൽ നിന്നും പുറത്താക്കുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ ഉപമയ്ക്ക് ഒരു ആത്മീയ വശമുണ്ട്, ഒരു എസ്കറ്റോളജിക്കൽ മീനിങ് ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു സാമൂഹിക പൊതുബോധം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വിവാഹ വിരുന്നിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡ്രസ് കോഡ്, അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലായാലും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മുമ്പ് വലിയ മൾട്ടി നാഷണൽ ഹോട്ടലുകളിലും കമ്പനികളിലൊക്കെ മുണ്ടുടുത്ത് വന്നവരെ കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത് അവരുടെ സ്റ്റാൻഡേർഡിന് പ്രതീക്ഷിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ രീതിയല്ല. ഈ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലാകട്ടെ, സംസാര ശൈലിയിലാകട്ടെ.
പലപ്പോഴൊക്കെ നമ്മൾ ചിലരൊക്കെ കളിയാക്കി പറയും അവൾക്ക് ഒരു കോമൺ സെൻസിലാന്ന് പറയും. കാരണം എന്താ, അവരുടെ ഈ സംസാരവും അവരുടെ പെരുമാറ്റവും ഒരു പൊതുബോധത്തിൻ്റെ ഒരു ചിന്താധാരയ്ക്ക്, ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഒരു പ്രവർത്തന രീതിയിലേക്ക് ഒത്തുപോകുന്നില്ല. ഒരിക്കലും ഒരു സന്യാസിനി ഇങ്ങനെ പരാതിപ്പെട്ടത് ഓർക്കുകയാണ്. സന്യാസിനിയുടെ സുപ്പീരിയർ പുള്ളിക്കാരത്തിന് വഴക്ക് പറയാണ്. വഴക്ക് പറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ ഷൗട്ട് ചെയ്യുന്നു. ഷൗട്ട് ചെയ്യുന്നത് തന്നെക്കാളും ജൂനിയേഴ്സായിട്ടുള്ള സന്യാസിനിമാരുടെ സാന്നിധ്യത്തിലാണ്. ഈ സന്യാസിൻ്റെ പരാതി ഇതാണ്, പ്രൊഫഷണലമ്മയ്ക്ക് അല്ലെങ്കിൽ സുപ്പീരിയർ സിസ്റ്റത്തിന് ഒരു കോമൺ സെൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സമൂഹത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പൊതുബോധത്തിൻ്റെ ഒരു കോമൺ സെൻസിൻ്റെ ഒരു വിപരീതമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സെൻസ് എന്നൊക്കെ പറയുന്നത് ഈ കോമൺ സെൻസാണ്. എന്ത് പെരുമാറണം, എങ്ങനെ പെരുമാറണം, എവിടെ പെരുമാറണം, എന്ത് പറയാതിരിക്കണം, എവിടെ പറയാതിരിക്കണം എന്നൊക്കെ കൂടി ഒരു സെൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാരക്ടറിൽ ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത് നല്ലതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. രണ്ടാമത്തത്, ഈ കോമൺ സെൻസ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറയും. അതായത് ഒരല്പം ഒരു നർമ്മബോധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മളെപ്പോഴും ഇത്രയും ഒരുപാട് ടെൻഷനും ഒരുപാട് ഗൗരവത്തിലും ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ ഒരു ഗൗരവം അവരുടെ മുഖത്ത്, ഒരു കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതി, വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ. വേറെ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു രീതി, അവരൊരു വ്യാകുല മാതാവിൻ്റെ മുഖം പോലെയൊക്കെയാണ്, എപ്പോഴും ഗ്ലൂമി ആയിട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. സത്യത്തിൽ നമുക്ക് ഈ ഗൗരവഭാവമാകട്ടെ, ഈ സങ്കടഭാവമാകട്ടെ, അതിനേക്കാളൊക്കെ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ വേണ്ടത് ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമർ സെൻസാണ്. സന്തോഷഭാവം നമ്മുടെ മുഖത്തുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സന്തോഷഭാവം, അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു ചിരി നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ പിതാവായിട്ടുള്ള ജെയിംസ് പിതാവിൻ്റെ രീതിയുണ്ട്. പിതാവിൻ്റെ അവസാന കാലഘട്ടത്തിൽ പിതാവിൻ്റെ കൂടെ ഉണ്ടാകുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. പിതാവിൻ്റെ ഒരു ഹ്യൂമർ സെൻസ്, ഒരു നർമ്മബോധം എന്നൊക്കെ പറയുന്നത് വളരെ രസകരമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കൊച്ചു കൊച്ചു തമാശകൾ പറയാനായിട്ടും, ഈ ദീപിക പത്രത്തിലൊക്കെ വരുന്ന ഒരു ടിൻഡുമോൻ ജോക്സൊക്കെ പിതാവ് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ടേബിളിൽ ഇരിക്കുമ്പോൾ. കാരണം വളരെ ടെൻഷൻ പിടിച്ചതാണ് ജീവിതമെങ്കിൽ പോലും ഈ കൊച്ചു കൊച്ചു തമാശകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്വദിക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരായ അച്ഛന്മാരെ കുറേയും കൂടിയും സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമർ സെൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിലുള്ള സംഭവിക്കുന്നൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നമുക്ക് വളരെ ഫീലിംഗ് ആയിരിക്കും, നമുക്ക് ഭയങ്കര സങ്കടമായി, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളൊരു ഇൻസൾട്ട് ആയെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പെരുമാറ്റ ശൈലി എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ കളിയാക്കുന്നൊരു കൂട്ടുകാരനാണ്. പക്ഷെ അവനാകട്ടെ അവൻ്റെ ഈ ഒരു തമാശ വെച്ചുകൊണ്ട് ഈ കൂട്ടുകാരുടെ കളിയാക്കലുകളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാണ്. ജീവിതത്തെ വളരെ സരസമായിട്ട് എടുക്കുന്നു, ഒരുപാട് ചിരിക്കുന്നു, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു. അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യങ്ങളൊരു സരസരൂപത്തിൽ അവതരിപ്പിക്കാനായിട്ടൊരു കഴിവുണ്ട്. അതൊരു പ്രത്യേക കഴിവാണ്. ഒരു കൊച്ചു കാര്യം തന്നെ അതൊരു കോമഡിയൊക്കെ കലർത്തിക്കൊണ്ട് ഒരു തമാശ രൂപത്തിൽ ഒരു അവതരിപ്പിക്കാനായിട്ട് കഴിയും. ഈ അച്ഛന്മാരുടെയൊക്കെ, പ്രത്യേകിച്ച് വലിയച്ഛന്മാരുടെയൊക്കെ ഒരു യോഗങ്ങളൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് അച്ഛന്മാരുടെ മീറ്റിങ്ങുകൾ. വളരെ ഗൗരവമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മീറ്റിങ്ങുകളിൽ ചിലപ്പോഴൊക്കെ ചില അച്ഛന്മാർ വളരെ നർമ്മഭാവത്തിൽ കുറുക്കിക്കൊള്ളുന്ന ചില ഡയലോഗുകൾ പറയും. അതോടുകൂടി ആ മീറ്റിങ്ങിൻ്റെ ആ ഒരു ഗൗരവമൊക്കെ ഒന്ന് കുറയാനായിട്ടും നമ്മളൊക്കെ വളരെ ഫ്രീ ആയിട്ട് പോകാനൊക്കെ ഇട്ട് വരും. അച്ഛന്മാർ തന്നെ ഞങ്ങളുടെ രൂപതയിൽ ഒരു വലിയച്ഛൻ റിട്ടയർഡായിട്ട് പ്രീസ്റ്റ് ഫോമിൽ ഇരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 75 വയസ്സായിട്ടുണ്ട്. പ്രായത്തിൻ്റേതായിട്ടുള്ള അവശതകളുണ്ട്, പക്ഷേ രോഗത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അച്ഛനെ കാണുമ്പോൾ ഞങ്ങൾ കൊച്ചന്മാർക്കൊക്കെ തോന്നുന്നൊരു കാര്യം, അച്ഛൻ വളരെ പ്ലസൻ്റാണ്. മാത്രമല്ല, ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് തമാശകൾ പറയുന്നു, കളിയാക്കുന്നു, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അച്ഛനാണ് ഏറ്റവും ആക്റ്റീവ്. അയക്കുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കോമഡി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയിലെ ചില ഭാഗങ്ങളായിരിക്കാം, ചില ഇമേജുകളായിരിക്കാം. അപ്പം അച്ഛൻ ഈ ലൈഫ് ഈവൻ ഒരു 75 പിന്നിട്ട ഒരു വാർദ്ധക്യത്തിൽ എത്തിയൊരു മനുഷ്യനാണെന്ന് ഓർക്കണം. വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്നാൽ ഈ ഒരു ഹ്യൂമർ സെൻസ് അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഇല്ലാതെ പോകുന്നതും ഇതുതന്നെയാണ്, ഹ്യൂമർ സെൻസ്. ഒരാളൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു സെമിനാരിക്കാരനുണ്ടായിരുന്നു.
സെമിനാരിക്കാരൻ്റെ അവൻ നമ്മളൊക്കെ ഈ വീട്ടുപേര് കൂട്ടിയാണ് കുട്ടികളെയൊക്കെ അഭിസംബോധന ചെയ്യുക. അപ്പോൾ തൊണ്ടിപ്പറമ്പിൽ എന്നുള്ളതായിരുന്നു അവൻ്റെ വീട്ടുപേര്. അപ്പോൾ നമ്മൾ തൊണ്ടിപ്പറമ്പിൽ എന്നുള്ള വീട്ടുപേരാകുമ്പോൾ നമ്മൾ പയ്യെ അതിനെ ലോപിച്ച് തൊണ്ടി എന്നാണ് വിളിക്കുക അവന് സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതും ലോപിച്ച് വേറെ ചില വാക്കുകൾ ഉപയോഗിച്ച് അവന് വിളിക്കാനായിട്ട് തുടങ്ങി. സംഭവിച്ച കാര്യം എന്താണ്? അവന് വളരെ ഫീലിംഗ് ആവുകയാണ്, കരയാണ്, വയലൻ്റ് ആവുകയാണ്. കാരണം നമ്മുടെ ഈ കൊച്ചു തമാശ പോലും അല്ലെങ്കിൽ ആ ഒരു നർമ്മബോധത്തോടു കൂടി ഒരു ഹ്യൂമർ സെൻസോടു കൂടി എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു ഹ്യൂമർ സെൻസ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ലതാണ്. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിൽ ചിരി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഈ മരണത്തോട് മല്ലടിച്ച് നിൽക്കുമ്പോൾ, ക്യാൻസറായിട്ട് രോഗത്തോട് പൊരുതി നിൽക്കുമ്പോൾ അദ്ദേഹം അതിനെ എങ്ങനെയാണ് നേരിട്ടത് അല്ലെങ്കിൽ അതിജീവിച്ചത് എന്നൊക്കെ രേഖപ്പെടുത്തുന്ന ചില അനുഭവങ്ങളൊക്കെയുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്ന കാര്യം, തൻ്റെ ഹ്യൂമർ സെൻസ്, ഈ ചിരി, ക്യാൻസർ വാർഡിലെ ചിരി, അത് തൻ്റെ രോഗാവസ്ഥയെ അതിജീവിക്കാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിരി എന്ന് പറയുന്നത് പല അസുഖങ്ങൾക്കും കൂടിയുള്ള ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ ചിരി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്നൊക്കെ കാരണന്മാർ പറയാറുണ്ട്. അത് കറക്റ്റാണ്. ഒരു ഹ്യൂമർ സെൻസ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിലായാലും ഈ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. ബൈബിളിൽ തന്നെ അതിൽ കാണുന്ന രേഖകളൊക്കെ ഉണ്ട്. ഈശോ ആത്മാവിൽ ആനന്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോ സന്തോഷവേളകളിലൊക്കെ പങ്കെടുത്തപ്പോൾ തീർച്ചയായിട്ടും അവൻ ചിരിച്ചിരിക്കാം, ആഘോഷങ്ങളിൽ പങ്കെടുത്തിരിക്കാം. ഈശോയെക്കുറിച്ചുള്ള എല്ലാ ഫിലിംസും നോക്കിക്കഴിഞ്ഞാലും കാണും ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കുന്ന ഒരു ഈശോയാണ് കാണുക. അപ്പോൾ ഈ ഒരു സന്തോഷഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. പലപ്പോഴൊക്കെ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി വളരെ മെലങ്കോളിക്കായിട്ട് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖഭാവം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ കയറി വരുന്നുണ്ട്. സങ്കടപ്പെട്ടിരുന്നാലേ ഒരു ആത്മീയ മനുഷ്യനാവൂ, ചിരിക്കുന്നത് പാപമാണ്, അതല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന ചില അറിവുകളിലെയൊക്കെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു മണ്ടത്തരമാണ്. നമുക്ക് ആസ്വദിക്കുക, ഡോൺ ബോസ്കോ പറഞ്ഞതുപോലെ നിങ്ങൾ സന്തോഷിക്കുക, പക്ഷേ പാപം ചെയ്യരുത്. അപ്പോൾ സന്തോഷിക്കുക എന്നുള്ളതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഒരു ഹ്യൂമർ സെൻസിൻ്റെ ഭാഗമാണ്. വിശുദ്ധ തോമസ് മൂർ എന്ന് പറയുന്ന വിശുദ്ധനെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഹെൻറി 8 രാജാവിൻ്റെ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച മനുഷ്യനാണ്. പുള്ളീനെ ഒരു രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തിക്കൊണ്ട് രാജാവ് വധിക്കാനായിട്ട് വിടുകയാണ്. അപ്പോൾ അദ്ദേഹം മരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ മരണത്തിന് മുമ്പായിട്ട് ഈ രാജകിങ്കന്മാർ അദ്ദേഹത്തിന് കഴുത്തുപെട്ടി കൊല്ലാനായിട്ടൊക്കെ തീരുമാനിക്കുമ്പോൾ വളരെ സരസമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ നീണ്ട താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ താടിയും മീശയും ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, അതിനെ വെറുതെ വിട്ടേക്കുക, അതിനെ മുറിവ് ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ താടിയും മീശയും പൊക്കി പിടിച്ചുകൊണ്ട് കഴുത്ത് നീട്ടിക്കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആ വക്രതയിൽ പോലും, ആ നേരത്ത് പോലും വളരെ സരസമായിട്ട് പെരുമാറുവാനായിട്ട് ചിലർക്ക് പറ്റി എന്നുള്ളതാണ്, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിച്ച പലർക്കും പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലൊരു ഹ്യൂമർ സെൻസ് കൊണ്ട് നടക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് ഉണ്ടായിരിക്കേണ്ട ഒരു സെൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സെൻസാണ്. ഒരു മനുഷ്യപ്പറ്റ് എന്നൊക്കെ പറയുന്നു, കറക്റ്റ് ആ വാക്ക് അതായിരിക്കും പറയാമെന്ന്. ഒരു ഹ്യൂമൻ സെൻസ്, ഒരു മാനുഷിക ബോധം, ഒരു മനുഷ്യപ്പറ്റൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തൊക്കെ പറയുന്നത് കണ്ണി ചോരില്ലാത്തവരുടെ കാലഘട്ടം എന്നൊക്കെയാണ് പറയുക. കാരണം കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പലപ്പോഴും പല പ്രശ്നങ്ങളാണ്. ഈ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്നു, അല്ലെങ്കിൽ ഭാര്യ കാമുകൻ്റെ സഹായത്തോടുകൂടി ഭർത്താവിനെ കൊന്നു കളയുന്നു, അല്ലെങ്കിൽ ഒരു അപ്പൻ സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നു കളയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ചുറ്റും കേൾക്കുക, കണ്ണി ചോരില്ലാത്തവരുടെ വാർത്തകൾ. അപ്പം അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഹ്യൂമൻ സെൻസ് ഉണ്ടാവുക പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരോട് ഒരു അനുകമ്പപൂർണ്ണമായിട്ട് പെരുമാറുവാനായിട്ട്, മറ്റുള്ളവരോട് ഒരു സ്നേഹപൂർവ്വമായിട്ടൊക്കെ പെരുമാറുവാനായിട്ട്, ഒരു മനുഷ്യപ്പറ്റോടു കൂടി നമ്മുടെ വാക്കാകട്ടെ, നമ്മുടെ പ്രവൃത്തിയാകട്ടെ, നമ്മുടെ ആശയങ്ങളും ഉപദേശങ്ങളും ആകട്ടെ ഒക്കെ ഉണ്ടാവുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ റെക്ടറായിരുന്ന പഞ്ഞിക്കാരച്ചനെ കുറിച്ച് ഞങ്ങളുടെ അച്ഛന്മാർ പറയുന്ന കാര്യമാണ്. അച്ഛൻ കുറേയും കൂടിയൊക്കെ ഒരു ഹ്യൂമൻ സെൻസ് കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യനായിരുന്നു. നമ്മളെത്ര ഒരു അവശതയിലിരിക്കുകയാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും അച്ഛൻ്റെ ചില വാക്കുകൾ, നൽകുന്ന ഉപദേശങ്ങൾ കുറേയും കൂടിയൊക്കെ ഒരു ആശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെ ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ പോലും ഈ സെമിനാരിയിലേക്കൊന്ന് പോകുവാനായിട്ടും, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അച്ഛൻ വരുന്നു, ഭക്ഷണം എടുത്തു തരുന്നു, അതല്ലെങ്കിൽ വിളമ്പി തരുന്നു. ഒരു ഹ്യൂമൻ സെൻസ്. എത്ര ടയേർഡായിട്ട് നമ്മൾ പോവുകയാണെങ്കിലും നമ്മളവിടെ അക്സെപ്റ്റഡ് ആണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഹ്യൂമൻ സെൻസ് ജീവിതത്തിൽ ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ നല്ല മുന്നോട്ട് പോകൽ. പക്ഷെ ഒരു പ്രശ്നം, നമ്മൾ എത്ര ഹ്യൂമൻ സെൻസ് കാണിച്ചാലും ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് തിരിച്ച് കിട്ടിക്കോളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, റീജൻസി കാലഘട്ടമാണ്, ഉടുപ്പൊക്കെ കിട്ടുന്നതിനേക്കാൾ മുൻപത്തെ ഒരു കാലഘട്ടം. അപ്പോൾ എൻ്റെയൊക്കെ വീട് എന്ന് പറയുന്നത് ഒരു ബാർ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആ ബാറിൻ്റെയൊക്കെ അടുത്താണ് ഞങ്ങളുടെയൊക്കെ വീട്, എൻ്റെ വീട്. അപ്പോൾ ഈ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത് എപ്പോഴും ഈ ബാറിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തിട്ടാണ്. അപ്പോൾ അന്നൊക്കെ ഈ ഒരു സൈക്കിൾ, BS സൈക്കിളുമെയാണ് നടക്കുക, ഉടുപ്പ് കിട്ടുന്നതിനേക്കാൾ തൊട്ട് മുമ്പത്തെ കാലഘട്ടമാണ്. അപ്പോൾ ഒരിക്കലും ഈ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് സൈക്കിളിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച, പലപ്പോഴും കണ്ടുള്ള കാഴ്ച തന്നെയാണ്, ഈ കുടിയന്മാർ ഈ ബാറിൽ നിന്ന് കുടിച്ചിറങ്ങിയിട്ട് ഈ വഴിയിലൊക്കെ വീണ് കിടക്കും. അപ്പോൾ അന്ന് എന്തുകൊണ്ടോ ഈ എൻ്റെ സൈക്കിളിൻ്റെ മുമ്പിലേക്ക്, ആ റോഡിനരികിലേക്ക് ഒരു കുടിയും വീണ് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം റോട്ടിലേക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ കയറി കിടക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്കൊരു സഹതാപം തോന്നി. നമ്മളൊക്കെ ഈ കാലത്ത് വളരെ തീഷ്ണതയാണ്, പ്രത്യേകിച്ച് നല്ല സമരിയാക്കാരൻ്റെ ഉപമയൊക്കെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു സമരിയാക്കാരന് തോന്നാവുന്ന ഒരു മനോഭാവത്തോടു കൂടിയൊക്കെ ഈ കുടിയൻ്റെ അടുത്ത് ചെല്ലുന്നു, അവൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നു, അവൻ്റെ പേരും ഒക്കെ ചോദിക്കുന്നു. അവൻ റോട്ടിൽ വീണ് കിടക്കുകയാണ്. അവനൊരു അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയും മറുപടി പറയാണ്. ഞാൻ കുറച്ചൊക്കെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ എണീപ്പിക്കാനായിട്ടും അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കാനൊക്കെ വലിയ ആഗ്രഹം കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വരുത്തുന്നു, ഒരു ഓട്ടോറിക്ഷയിൽ വിളിക്കുന്നു, ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷക്കാരനും ഡ്രൈവറും ഞാനൊക്കെ കൂടി ഇടുന്നു. അദ്ദേഹം പറയുന്ന ചില ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അവിടേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു ജംഗ്ഷനിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തെ എവിടെയാണ് വീട് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കറക്റ്റ് വീട്ടിലേക്ക് എത്തിക്കുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അവസ്ഥ എന്താണ്? നമ്മളും ഈ ഓട്ടോറിക്ഷക്കാരും കൂടിയൊക്കെ ഇദ്ദേഹത്തെ പിടിച്ചിറക്കി വളരെ ബുദ്ധിമുട്ടി വീട്ടിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ആ വീട്ടുകാരത്തി, ഒരു പക്ഷേ ആ വീട്ടുകാര്യത്തിൽ സങ്കടമായിരിക്കാം, അവർ നമ്മുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. നമ്മളാണ് ഇദ്ദേഹത്തെ പോയി കുടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയുന്നു, ഇറക്കി വിടുന്നൊരവസ്ഥയാണ്. തിരിച്ചിറങ്ങാൻ നേരത്ത് ഈ കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരൻ പറയാണ്, എൻ്റെ പൊന്നു മോനെ, നിനക്ക് വല്ല അസുഖം ഉണ്ടായിരുന്ന ഇങ്ങനെ വഴി കിടക്കുന്ന ഒരാളെ കൊണ്ട് പോകേണ്ട ആവശ്യം. അതായത് നമ്മൾ ഈ ഒരു ഹ്യൂമൻ സെൻസ് കാണിക്കാനായിട്ട് ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള അനുഭവമായിരിക്കും. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു വണ്ടി ഇടിച്ച് ഒക്കെ റോട്ടിൽ കിടക്കുകയാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തിനാണ് വെറുതെ ഈ പുലിവാല് പിടിക്കാൻ പോണേ, അതിൻ്റെ പിന്നാലെ പോയി എന്തെങ്കിലുമൊക്കെ പോലീസ് കേസിൽ പെട്ടു, അവസാനം നമ്മളാണ് വണ്ടി ഇടിച്ചിട്ടേന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് ബോധപൂർവം നമ്മൾ മാറി നടക്കുകയാണ്. ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ സെൻസാണ്. ജീവിതത്തിൽ ഒരു ഹ്യൂമൻ സെൻസ്, അതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം, ഒരു മനുഷ്യ സഹജമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. ഈശോയ്ക്ക് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈശോ കണ്ടുമുട്ടിയ എല്ലാവരുടെ അടുത്തും അവൻ അനുകമ്പപൂർണ്ണമായിട്ട് പെരുമാറി. നോക്കൂ, അവൻ ഒരു പാപിനിയായ സ്ത്രീയോട് അനുകമ്പ കാണിക്കുന്നു, ഒരു ഹ്യൂമൻ സെൻസ് കാണിക്കുന്നു. അവൻ്റെ കുഷ്ഠരോഗിയോട് എനിക്ക് നിനക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് അനുകമ്പ കാണിക്കുന്നു, ഒരു ഹ്യൂമൻ സെൻസ് കാണിക്കുന്നു. അവനൊരു ജനക്കൂട്ടത്തോട് ഒരു അനുകമ്പ കാണിക്കുന്നു. മരിക്കാൻ നേരത്ത് അവൻ നല്ല കള്ളൻ്റെ അടുത്ത് വരെ ഒരു ഹ്യൂമൻ സെൻസ്, ഒരു അനുകമ്പ കാണിക്കുകയാണ്. പറയാണ്, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈശോയുടെ ക്യാരക്ടറിലും ഉണ്ടായിരുന്ന പ്രത്യേകതകളിൽ ഏറ്റവും ഒരു സവിശേഷത എന്നൊക്കെ പറയുന്നത് ഈ ഹ്യൂമൻ സെൻസാണ്. കണ്ട വിചാരങ്ങളെ ഒന്ന് സമന്വയിപ്പിക്കാം. നമുക്ക് ഉള്ള 5 സെൻസുകൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഈ 5 സെൻസിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ 5 സെൻസ് വിട്ട് തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട, ഒരു സാമൂഹിക ജീവിയായ നമുക്കുണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തത് ഒരു കോമൺ സെൻസാണ്, ഒരു പൊതു സാമൂഹിക ബോധം. ഒരു അലിഖിത നിയമം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ പാലിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അതാണ് ഈ കോമൺ സെൻസ് ഒക്കെ പറയുന്നത്. എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത് എന്നൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. രണ്ടാമത്തത് ഒരു ഹ്യൂമർ സെൻസാണ്, ഒരു സരസബോധം അല്ലെങ്കിൽ ഒരു സരസഭാവം എന്നൊക്കെ പറയുന്നത്. അതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കൊരല്പം ഹ്യൂമർ സെൻസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തെ നേരിടുവാനായിട്ട് കുറേയും കൂടി ലൈറ്റ് മൈൻഡോടുകൂടി എടുക്കാനായിട്ട് പറ്റും. ഒരല്പം തമാശ പറയാനായിട്ടുള്ള കഴിവ്, ഒപ്പം തന്നെ മറ്റുള്ളവരുടെ തമാശകൾ ആസ്വദിക്കാനായിട്ടുള്ള കഴിവ്, ആ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടാവുകണം. മൂന്നാമത്തത് ഒരു ഹ്യൂമൻ സെൻസ്, അതായത് ഒരു മനുഷ്യ ബോധം, ഒരു മാനുഷിക സഹജീവി അവബോധം എന്നൊക്കെ പറയും. അത് നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകാൻ നമ്മൾ ശ്രമിച്ചാലും കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു നമ്മുടെ ക്യാരക്ടർ ആ രീതിയിലേക്കൊന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റുക. കാരണം ഈശോ എന്ന് പറയുന്നത് ഈ 3 സെൻസും ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന ആളാണ്. ഒരു കോമൺ സെൻസ് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് എങ്ങനെയാണ് പെരുമാറണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈശോ കല്യാണ വീട്ടിൽ പോയിട്ട് ആഘോഷിക്കുന്നു, ലാസറിൻ്റെ വീട്ടിൽ പോയി കരയുന്നു. ഒരു ഹ്യൂമർ സെൻസ്, വളരെ സരസമായിട്ട് അവൻ പെരുമാറുന്നു. ഒരു ഹ്യൂമൻ സെൻസ്,
ഒരു മാനുഷികമായിട്ടുള്ളൊരു പരിഗണന കണ്ടുമുട്ടിയവരോടൊക്കെ അവൻ പകർന്നു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഈശോയുടെ ക്യാരക്ടറിലേക്ക് ഈ 3 സെൻസുകളും വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പറ്റണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കുന്ന നമ്മുടെയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.